ഓം ശാന്തി 1/1/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ ജ്ഞാനം വർഷിച്ച് ഹരിതാഭമാക്കുന്നവരാണ്. നിങ്ങൾക്ക് ധാരണ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും വേണം. ചോദ്യം: മഴ പെയ്യ്ക്കാത്ത മേഘങ്ങൾക്ക് എന്ത് പേരാണ് നൽകേണ്ടത്? ഉത്തരം: അവരാണ് മടിയരായ മേഘങ്ങൾ. മിടുക്കരായ മേഘങ്ങൾ മഴ പെയ്ച്ചുകൊണ്ടിരിക്കും. അഥവാ ധാരണയുണ്ടെങ്കിൽ പെയ്യ്ക്കാതിരിക്കുവാൻ സാധിക്കില്ല. ആരാണോ ധാരണ ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാത്തത്, അവരുടെ വയറ് ഒട്ടിയതായിരിക്കും. അവർ ദരിദ്രരാണ്. അവർ പ്രജയിലേക്ക് പോകുന്നവരാണ്. ചോദ്യം: ഓർമ്മയുടെ യാത്രയിലുള്ള മുഖ്യ പ്രയത്നം ഏതാണ്? ഉത്തരം: സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ബിന്ദു രൂപത്തിൽ ഓർമ്മിക്കുക. ബാബ എന്താണോ, എങ്ങനെയാണോ, അതേ സ്വരൂപത്തിൽ യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കുക. ഇതിൽ തന്നെയാണ് പ്രയത്നം. ഗീതം: ആരാണോ അച്ഛന്റെ കൂടെ, അവൾക്കാണ് ജ്ഞാനമഴ. ഓം ശാന്തി. സാഗരത്തിന്റെ മുകളിലാണ് മേഘങ്ങൾ നിൽക്കുന്നത്. എങ്കിൽ മേഘങ്ങളുടെ അച്ഛൻ സാഗരനാണ്. സാഗരത്തിനോടൊപ്പമുള്ള മേഘങ്ങൾക്ക് വേണ്ടി തന്നെയാണ് മഴ. മറ്റുള്ള മേഘങ്ങളും വെള്ളം നിറച്ച് പിന്നീട് പെയ്യിക്കുന്നു. നിങ്ങളും ബാബയാകുന്ന സാഗരന്റെ അടുത്തേക്ക് വരുന്നത് നിറയ്ക്കുന്നതിനായാണ്. സാഗരന്റെ മക്കൾ തന്നെയാണ് മേഘങ്ങൾ. അവർ മധുരമായ വെള്ളം സാഗരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. മേഘങ്ങളും അനേക പ്രകാരത്തിലുണ്ട്. ചില മേഘങ്ങൾ വളരെ ശക്തമായി തന്നെ മഴ പെയ്യിക്കുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നു. ചിലർ കുറച്ചു മാത്രമേ പെയ്യിക്കൂ. നിങ്ങളിലും ഇതുപോലെ നമ്പർ വൈസാണ്. നല്ല രീതിയിൽ മഴ പെയ്യിക്കുന്നവരുടെ പേരാണ് പ്രശസ്തമാവുക. ധാരാളം മഴ പെയ്യുമ്പോൾ മനുഷ്യർ സന്തോഷിക്കാറുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നല്ല രീതിയിൽ മഴ പെയ്യിക്കുന്നവരുടെ മഹിമയാണ് ഉണ്ടാകുന്നത്. ആരാണോ മഴ പെയ്യിക്കാത്തത്, അവരുടെ മനസ്സ് അലസമായിരിക്കും, വയറ് നിറയുകയില്ല. പൂർണ്ണ രീതിയിൽ ധാരണ ഉണ്ടാകാത്തത് കാരണം വയറ് ഒട്ടിയിരിക്കുന്നു. ക്ഷാമമുണ്ടാകുമ്പോൾ മനുഷ്യരുടെ ഉദരം ഒട്ടിപ്പോകുന്നു, അതായത് കാലിയാകുന്നു. ഇവിടെയും അതുപോലെ തന്നെ സ്വയം ധാരണ ചെയ്ത് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ബുദ്ധി ശൂന്യമാകുന്നു. വളരെ നല്ല രീതിയിൽ മഴ പെയ്യിക്കുന്നവർ രാജാ റാണിയായി തീരുന്നു. മറ്റുള്ളവർക്ക് സാധാരണ പദവിയും ലഭിക്കുന്നു. ദരിദ്രരുടെ വയറ് ഒട്ടിയിരിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് വളരെയധികം നല്ല രീതിയിൽ ധാരണ ഉണ്ടായിരിക്കണം. ഇതിലും ആത്മാവിന്റെയും പരമാത്മാവിന്റെയും ജ്ഞാനം വളരെയധികം സഹജമാണ്. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു, നമ്മളിൽ ആത്മാ പരമാത്മാ ജ്ഞാനം ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വയറ് ഒട്ടിയതിന് സമാനമല്ലേ? മുഖ്യമായും ആത്മാവിന്റെയും പരമാത്മാവിന്റെയും കാര്യമാണ്. മനുഷ്യർക്ക് ആത്മാവിനെക്കുറിച്ച് തന്നെ അറിയില്ല എങ്കിൽ പിന്നെ പരമാത്മാവിനെക്കുറിച്ച് എന്തറിയാനാണ്? എത്ര വലിയ വലിയ വിദ്വാൻമാരും പണ്ഡിതന്മാരുമുണ്ട്, ആർക്കും തന്നെ ആത്മജ്ഞാനമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ആത്മാവ് അവിനാശിയാണ്. ആത്മാവിൽ 84 ജന്മങ്ങളുടെ അവിനാശിയായ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ആ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് അവിനാശിയെങ്കിൽ പാർട്ടും അവിനാശിയാണ്. ആത്മാവ് എങ്ങനെയാണ് ഓൾറൗണ്ട് പാർട്ട് അഭിനയിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല.
മറ്റുള്ളവർ ആത്മാവ് തന്നെ പരമാത്മാവ് എന്ന് പറയുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ആദി മുതൽക്ക് അന്തിമം വരെയുള്ള മുഴുവനും ജ്ഞാനമുണ്ട്. മറ്റുള്ളവർ ഡ്രാമയുടെ ആയുസ് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങളെന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവും ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ബാബയാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ ജ്ഞാനയജ്ഞത്തിൽ മുഴുവൻ ലോകവും സ്വാഹ ആയി തീരണം. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ദേഹസഹിതം എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും മറക്കണം. സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കണം. ബാബയെയും ശാന്തിധാമത്തെയും, അതായത് മധുരമായ വീടിനെയും ഓർമ്മിക്കണം. ഇത് ദുഃഖധാമമാണ്. നിങ്ങൾ കുട്ടികളിലും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനത്താൽ നിറഞ്ഞവരാണ്. ബാക്കി മുഴുവൻ പരിശ്രമവും ഓർമ്മയിലാണ്. ജന്മജന്മാന്തരത്തിലെ ദേഹാഭിമാനം ഇല്ലാതാക്കി ദേഹി അഭിമാനി ആയി തീരണം. ഇതിന് വളരെ പ്രയത്നമുണ്ട്. പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ബിന്ദുരൂപത്തിൽ ഓർമ്മിക്കണം. ഇതിലാണ് പ്രയത്നം. ബാബ പറയുന്നു, ഞാൻ എന്താണ്, ഏതുപോലെയാണ്, ആ രീതിയിൽ എന്നെ ഓർമ്മിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഏതുപോലെയാണോ അച്ഛൻ, അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ കുട്ടികളും. സ്വയം തന്നെ അറിയുകയാണെങ്കിൽ അച്ഛനെയും അറിയുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, പഠിപ്പിക്കുന്നത് ഒരേ ഒരു ബാബയാണെന്ന്. പഠിക്കുന്നവർ ധാരാളമുണ്ട്. എങ്ങനെയാണ് ബാബ രാജധാനി സ്ഥാപിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ബാക്കി ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഭക്തി മാർഗത്തിലെ സാമഗ്രികളാണ്. മനസ്സിലാക്കി തരുന്നതിനായി എനിക്ക് പറയേണ്ടതായി വരുന്നു. ബാക്കി ഇതിൽ വെറുപ്പിന്റെ കാര്യം ഒന്നുമില്ല. ശാസ്ത്രത്തിൽ ബ്രഹ്മാവിന്റെ രാത്രിയും പകലും എന്ന് പറയാറുണ്ട്. പക്ഷെ ആരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. രാത്രിയും പകലും പകുതി പകുതിയാണ്. ഏണിപ്പടിയിൽ എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യർ മനസ്സിലാക്കുന്നു, ഭഗവാൻ വളരെ സമർത്ഥനാണ്. ഭഗവാന് എന്ത് വേണമെങ്കിലും ചെയ്യുവാൻ സാധിക്കും. പക്ഷെ ബാബ പറയുന്നു, ഞാനും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഭാരതത്തിൽ എത്ര ആപത്തുകളാണ് സംഭവിക്കുന്നത്. ഇടയ്ക്കിടെ എനിക്ക് വരാൻ സാധിക്കുമോ? എന്റെ പാർട്ടിനും പരിധിയുണ്ട്. എപ്പോഴാണോ പൂർണമായും ദുഃഖമുണ്ടാകുന്നത്, അപ്പോഴാണ് ഞാൻ എന്റേതായ സമയത്ത് വരുന്നത്. ഒരു സെക്കൻഡിന്റെ പോലും വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഡ്രാമയിൽ ഓരോരുത്തർക്കും വളരെ കൃത്യമായ പാർട്ടാണ് അടങ്ങിയിട്ടുള്ളത്. ഇതാണ് ഏറ്റവും ഉയർന്ന അച്ഛന്റെ അവതരണം. പിന്നീട് നമ്പർ വൈസായി കുറഞ്ഞ ശക്തിയുള്ളവർ താഴേക്ക് വരുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ബാബയിൽ നിന്നും ജ്ഞാനം ലഭിക്കുന്നു. ഇതിലൂടെ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികളായി തീരുന്നു. നിങ്ങളിൽ ഇപ്പോൾ മുഴുവൻ ശക്തിയും വന്നു ചേരുകയാണ്. പുരുഷാർത്ഥം ചെയ്ത് നിങ്ങൾ തമോപ്രധാന അവസ്ഥയിൽ നിന്നും സതോപ്രധാനമായി തീരുന്നു. മറ്റുള്ളവർക്കാണെങ്കിൽ പാർട്ട് തന്നെ ഇല്ല. മുഖ്യമായും നിങ്ങൾക്ക് ഡ്രാമയുടെ ജ്ഞാനമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ബാക്കി എല്ലാം തന്നെ ഭൗതികമാണ്. കാരണം എല്ലാം ഈ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ബാബയാണ് ലോകത്തിലെ മഹാത്ഭുതമായ സ്വർഗം രചിക്കുന്നത്. അതിന് ഹെവൻ, പാരഡൈസ് എന്നിങ്ങനെ പല പേരുകളിൽ പറയുന്നു. സ്വർഗത്തിനും എത്ര മഹിമയാണുള്ളത്. ബാബയ്ക്കും ബാബയുടെ രചനയ്ക്കും ധാരാളം മഹിമയുണ്ട്. ഏറ്റവും ഉയർന്നത് ഭഗവാനാണ്.
ഏറ്റവും ഉയർന്ന സ്വർഗത്തിന്റെ സ്ഥാപന ബാബ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. നിങ്ങൾ മധുരമധുരമായ കുട്ടികൾക്കും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് അറിയുന്നത്. അതനുസരിച്ച് പദവിയും നേടുന്നു. ഡ്രാമ അനുസരിച്ചാണ് എല്ലാവരും പുരുഷാർത്ഥം ചെയ്യുന്നത്. പുരുഷാർത്ഥം കൂടാതെ ആർക്കും ഒന്നും തന്നെ ലഭിക്കുന്നില്ല. കർമ്മം കൂടാതെ ആർക്കും ഒരു സെക്കൻഡ് പോലും ഇരിക്കുവാൻ സാധിക്കില്ല. മറ്റുള്ള ഹഠയോഗികൾ പ്രാണായാമം ചെയ്യുന്നു, ജഡം പോലെ ഇരിക്കുന്നു. അവരുടെ മേൽ മണ്ണ് വന്ന് മൂടി പുറ്റാകും. ആ മണ്ണിനുമേൽ പിന്നീട് വെള്ളം വീഴുമ്പോൾ അതിൽ നിന്ന് പുല്ല് മുളയ്ക്കുന്നു. പക്ഷെ ഇതിലൂടെയൊന്നും പ്രയോജനമില്ല. എത്ര ദിവസം ഇതുപോലെ തന്നെ ഇരിക്കും? കർമ്മം എന്തായാലും ചെയ്യണമല്ലോ. ആർക്കും കർമ്മസന്യാസിയായി തീരുവാൻ സാധിക്കില്ലല്ലോ. അവർ കേവലം കഴിക്കാനുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അവരെ കർമ്മസന്യാസിമാരെന്ന് പറയുന്നു. ഇതും ഡ്രാമയിലുള്ള അവരുടെ പാർട്ടാണ്. ഈ നിവൃത്തി മാർഗത്തിലുള്ളവർ ഇല്ലെങ്കിൽ ഭാരതത്തിന്റെ അവസ്ഥ എന്തായി തീരും? ഭാരതം നമ്പർ 1 പവിത്രമായിരുന്നു. ബാബ ആദ്യം പവിത്രതയാണ് സ്ഥാപിക്കുന്നത്. അത് പിന്നീട് പകുതി കൽപ്പം നിലനിൽക്കുന്നു. സത്യയുഗത്തിൽ ഒരു ധർമ്മം, ഒരു രാജ്യമായിരുന്നു. ഒരേ ഒരു ദൈവിക രാജ്യം ഇപ്പോൾ വീണ്ടും സ്ഥാപിക്കുകയാണ്. ഇങ്ങനെയുള്ള നല്ല നല്ല സ്ലോഗനുകൾ ഉണ്ടാക്കി മനുഷ്യരെ ഉണർത്തണം. വീണ്ടും ദൈവിക രാജ്യഭാഗ്യം വന്ന് നേടൂ. ഇപ്പോൾ നിങ്ങൾ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണനെ എന്തുകൊണ്ടാണ് ശ്യാമസുന്ദരൻ എന്ന് പറയുന്നത്? ഇതിനെക്കുറിച്ചും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇന്നത്തെ കാലത്ത് വളരെ പേർ ഇതുപോലുള്ള പേരുകൾ വയ്ക്കുന്നുണ്ട്. കൃഷ്ണനുമായി മത്സരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം പതീത രാജാക്കന്മാർ എങ്ങനെ പാവന രാജാക്കന്മാർക്ക് മുന്നിൽ തലകുനിക്കുന്നു എന്ന്. പക്ഷേ യാതൊരു അറിവും ഇല്ലാതെയാണ്. നിങ്ങൾക്കറിയാം ആരാണോ പൂജ്യർ അവർ തന്നെയാണ് പിന്നീട് പൂജാരി അവസ്ഥയിലേക്കും വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ചക്രവും ഉണ്ട്. ഈ ചക്രം തന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ അവസ്ഥ നല്ലതായിരിക്കും. പക്ഷെ മായ ഓർമ്മിക്കുവാൻ അനുവദിക്കില്ല, മറപ്പിക്കുന്നു. സദാ ഹർഷിതമുഖ അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളെ ദേവതകളെന്ന് പറയുന്നു. ലക്ഷ്മി നാരായണന്റെ ചിത്രം കണ്ട് എല്ലാവരും എത്രയാണ് സന്തോഷിക്കുന്നത്. രാധാകൃഷ്ണന്റെ അഥവാ രാമന്റെ ചിത്രം കണ്ട് ഇത്ര സന്തോഷിക്കുന്നില്ല. കാരണം ശ്രീകൃഷ്ണനെ കുറിച്ച് ശാസ്ത്രങ്ങളിൽ ആക്ഷേപത്തിന്റെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഈ ബാബയും ശ്രീനാരായണനായാണല്ലോ മാറുന്നത്. ബാബ ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം കണ്ട് സന്തോഷിക്കാറുണ്ട്. കുട്ടികൾക്കും ഇതുപോലെ തന്നെ മനസ്സിലാക്കണം. ബാക്കി വളരെ കുറച്ചു സമയം മാത്രമേ നമുക്ക് ഈ പഴയ ശരീരത്തിലിരിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നീട് പോയി രാജകുമാരനായി തീരുന്നു. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് കേവലം നിങ്ങൾക്കേ അറിയൂ. സന്തോഷത്താൽ ഗദ്ഗദം കൊള്ളണം. എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം ഉയർന്ന പദവി ലഭിക്കുന്നു. പഠിച്ചില്ലെങ്കിൽ എന്ത് പദവിയാണ് ലഭിക്കുക? മഹാരാജ മഹാറാണി പദവി നോക്കുമ്പോൾ പ്രജയിലെ ജോലിക്കാർ അഥവാ ദാസദാസികൾ എത്ര താഴ്ന്ന പദവിയാണ്. എല്ലാവർക്കുമുള്ള വിഷയം ഒന്നു തന്നെയാണ്. ബാബയ്ക്ക് എത്ര സന്തോഷമുണ്ടായി. അല്ലാഹുവിനെ ലഭിച്ചു. ബാക്കി തന്റേതായതെല്ലാം തന്നെ സമർപ്പിച്ചു. എത്ര വലിയ ലോട്ടറിയാണ് ലഭിച്ചത്. ബാക്കി ഇനി എന്ത് വേണം? അപ്പോൾ എന്തുകൊണ്ട് കുട്ടികളുടെ ഉള്ളിലും ഇതുപോലെ സന്തോഷം ഉണ്ടാകുന്നില്ല? അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഇതുപോലെയുള്ള ട്രാൻസ്ലൈറ്റ് ചിത്രം
എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കണ്ട് കുട്ടികൾ സന്തോഷിക്കട്ടെ. ശിവബാബ ബ്രഹ്മാവിലൂടെ നമുക്ക് സമ്പത്ത് നൽകുകയാണ്. മനുഷ്യർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. തികച്ചും തുച്ഛബുദ്ധികളാണ്. ഇപ്പോൾ നിങ്ങൾ തുച്ഛബുദ്ധികളിൽ നിന്ന് സ്വച്ഛബുദ്ധികളായിക്കൊണ്ടിരിക്കുകയാണ്. സർവ്വതും അറിഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊന്നും തന്നെ പഠിക്കേണ്ടതായ ആവശ്യമില്ല. ഈ പഠിപ്പിലൂടെ നിങ്ങൾക്ക് വിശ്വത്തിന്റെ ചക്രവർത്തി പദവിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ബാബയെ നോളജ്ഫുൾ എന്ന് പറയുന്നത്. മനുഷ്യർ മനസ്സിലാക്കുന്നു ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തെ അറിയുന്നവനാണ് എന്ന്. പക്ഷെ ബാബ നമുക്ക് ജ്ഞാനമാണ് നൽകുന്നത്. ഏതു കുട്ടികളാണ് നന്നായി പഠിക്കുന്നതെന്ന് ടീച്ചർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബാക്കി മുഴുവൻ ദിവസത്തിലും കുട്ടികളുടെ ബുദ്ധിയിൽ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് ഒരിക്കലും നോക്കുകയില്ല. ഇത് വളരെ അത്ഭുതകരമായ ജ്ഞാനമാണ്. ബാബയെ ജ്ഞാനസാഗരനെന്നും സുഖശാന്തിയുടെ സാഗരനെന്നും പറയുന്നു. നിങ്ങളും ഇപ്പോൾ മാസ്റ്റർ ജ്ഞാനസാഗരനായി തീരുന്നു. പിന്നീട് ഈ സ്വമാനം ഇല്ലാതാകുന്നു. സത്യുഗത്തിൽ നിങ്ങളുടെ മഹിമയാണ് സർവഗുണസമ്പന്നർ, 16 കലാ സമ്പൂർണർ. ഇതാണ് മനുഷ്യകുലത്തിന്റെ ഉയർന്ന പദവി. ഈ സമയത്ത് നിങ്ങൾക്ക് ഈശ്വരീയ പദവിയാണ്. എത്രത്തോളം നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള കാര്യങ്ങളാണ്. ലക്ഷ്മി നാരായണന്റെ ചിത്രം കണ്ട് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ വിശ്വത്തിന്റെ അധികാരിയായി തീരുകയാണ്. ജ്ഞാനത്തിലൂടെ മാത്രമാണ് സർവഗുണങ്ങളും വന്നു ചേരുക. തന്റെ ലക്ഷ്യം കാണുന്നതിലൂടെ തന്നെയാണ് ഉണർവ് വരിക. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഈ ചിത്രം ഹൃദയത്തിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്നു. മനസ്സിൽ തോന്നും ഇത് മൃത്യു ലോകത്തിലെ അന്തിമ ജന്മമാണ്. പിന്നീട് നമ്മൾ അമരലോകത്തിൽ ഇവർക്ക്, അതായത് ലക്ഷ്മി നാരായണന് സമാനമായി തീരുന്നു. നിങ്ങളും അങ്ങനെ തന്നെ. അല്ലാതെ ഇതിനർത്ഥം ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നല്ല. ഈ ജ്ഞാനം എല്ലാം തന്നെ ബുദ്ധിയിലിരിക്കണം. ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പറയൂ, ഒരിക്കലും ഞങ്ങൾ ആരിൽ നിന്നും ഭിക്ഷ ചോദിക്കാറില്ല. പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികൾ ധാരാളമുണ്ട്. നമ്മൾ തന്റെ തന്നെ ശരീരം, മനസ്സ്, ധനം ഇവ ഉപയോഗിച്ച് സേവനം ചെയ്യുന്നു. ബ്രാഹ്മണർ തന്റെ സമ്പാദ്യത്തിലൂടെ തന്നെയാണ് യജ്ഞത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിലൊരിക്കലും ശൂദ്രരുടെ പൈസ ഉപയോഗിക്കുവാൻ സാധിക്കില്ല. ഇവിടെ ധാരാളം കുട്ടികളുണ്ട്. അവർക്കറിയാം എത്രത്തോളം നമ്മൾ ശരീരം, മനസ്സ്, ധനം ഇവ ഉപയോഗിച്ച് സേവനം ചെയ്യുന്നുവോ, സമർപ്പണമാകുന്നുവോ, അത്രത്തോളം ഉയർന്ന പദവിയും ലഭിക്കുന്നു. അറിയാം, ബാബ വിത്ത് വിതച്ചു എങ്കിൽ ഞങ്ങൾ ലക്ഷ്മി നാരായണനായി തീരും. പൈസ എന്തായാലും നശിക്കാനുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈശ്വരീയ കാര്യത്തിനായി ഉപയോഗിച്ചുകൂടാ? എന്താ സമർപ്പണമായവർ വിശന്ന് മരിക്കുമോ? ബാബ നന്നായി സംരക്ഷിക്കുന്നുണ്ട്. ബ്രഹ്മബാബയെയും എത്ര നല്ല രീതിയിലാണ് സംരക്ഷിക്കുന്നത്. ബാബ ശിവബാബയുടെ രഥമല്ലേ? മുഴുവൻ ലോകത്തെയും സ്വർഗമാക്കി മാറ്റുന്ന ആളാണ്. ബാബ സുന്ദരനായ വഴിയാത്രക്കാരനാണ്. പരമപിതാവായ പരമാത്മാവ് വന്ന് എല്ലാവരെയും സുന്ദരമാക്കി മാറ്റുന്നു. നിങ്ങൾ കറുത്തവരിൽ നിന്നും വെളുത്ത സുന്ദരനായി തീരുന്നു. എത്ര സുന്ദരനായ സാജനാണ്! ബാബ വന്ന് എല്ലാവരെയും വെളുത്തതാക്കി, അതായത് സതോ പ്രധാനമാക്കി മാറ്റുന്നു. ബാബയുടെ മേൽ സമർപ്പണമായി തീരണം. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം.
എങ്ങനെയാണോ ആത്മാവിനെ കാണാൻ സാധിക്കാത്തത്, അനുഭവിക്കാനല്ലേ സാധിക്കൂ, അതുപോലെ പരമാത്മാവിനെയും അനുഭവിച്ചറിയാൻ മാത്രമേ സാധിക്കൂ. ആത്മാവും പരമാത്മാവും കാണാൻ ഒരേപോലെ ബിന്ദുവിന് സമാനമാണ്. ബാക്കി ബാബയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ട്. ഇതെല്ലാം തന്നെ വളരെയധികം മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ്. കുട്ടികളുടെ ബുദ്ധിയിൽ ഇതെല്ലാം തന്നെ കുറിച്ചു വെക്കണം. ബുദ്ധിയിൽ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് ധാരണ ഉണ്ടാകുന്നത്. ഡോക്ടർമാർക്ക് മരുന്നുകൾ ഓർമ്മയുണ്ടാകുമല്ലോ. അല്ലാതെ രോഗികൾ വരുന്ന സമയത്ത് പുസ്തകം നോക്കിക്കൊണ്ടിരിക്കില്ല. ഡോക്ടർമാർക്കും പോയിന്റുകൾ ഉണ്ടാകും, വക്കീൽമാർക്കും പോയിന്റുകൾ ഉണ്ടാകും. നിങ്ങൾക്കും ധാരാളം പോയിന്റുകളുണ്ട്, വിഷയങ്ങളുണ്ട്. അതിന്മേൽ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു. ചില പോയിന്റ് ചിലർക്ക് ഉപയോഗപ്പെടുന്നു. ഏതെങ്കിലും പോയിന്റ് അവർക്ക് അമ്പ് തറയ്ക്കുന്നത് പോലെ തന്നെ അനുഭവപ്പെടുന്നു. പോയിന്റുകൾ ധാരാളമുണ്ട്. ആരാണോ നല്ല രീതിയിൽ ധാരണ ചെയ്യുന്നത്, അവർ നല്ല രീതിയിൽ സേവനവും ചെയ്യുന്നു. നമ്മൾ പകുതി കൽപ്പത്തിലെ മഹാരോഗികളാണ്. ആത്മാവ് ഇത്രയും പതീതമായിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരേ ഒരു അവിനാശി സർജൻ മരുന്ന് നൽകുന്നു. ബാബ സദാ സർജനായി തന്നെ ഇരിക്കുന്നു. ഒരിക്കലും അസുഖം ബാധിക്കുന്നില്ല. മറ്റെല്ലാവർക്കും തന്നെ അസുഖം ബാധിക്കുന്നു. അവിനാശിയായ സർജൻ ഒരേ ഒരു തവണയാണ് വന്ന് മന്മനാഭവയുടെ ഇഞ്ചക്ഷൻ നൽകുന്നത്. എത്ര സഹജമാണ്. ചിത്രം സദാ പോക്കറ്റിൽ വയ്ക്കൂ. ബാബ നാരായണന്റെ പൂജാരിയായിരുന്നു. അപ്പോൾ ലക്ഷ്മിയുടെ ചിത്രം മാറ്റി ഒറ്റയ്ക്കുള്ള നാരായണന്റെ ചിത്രം മാത്രം വെച്ചു. ഇപ്പോൾ മനസ്സിലായി, ആരെയാണോ നാം പൂജിച്ചിരുന്നത് അവരെ പോലെ ആയിത്തീരുകയാണ്. ലക്ഷ്മിയെ മാറ്റി നിർത്തിയാൽ ഉറപ്പാണ് ഞാൻ ലക്ഷ്മിയാകില്ല എന്ന്. ലക്ഷ്മി ഇരുന്ന് കാല് തടവുന്നത് നല്ലതായി തോന്നിയില്ല. അതുകൊണ്ടാണ് പുരുഷന്മാർ തന്റെ പത്നിയെക്കൊണ്ട് കാൽ തടവിപ്പിക്കുന്നത്. സത്യുഗത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. ഈ സമ്പ്രദായം അവിടെ ഉണ്ടാവുകയില്ല. ഇത് രാവണ രാജ്യത്തിലെ രീതിയാണ്. വാസ്തവത്തിൽ ഈ ചിത്രത്തിൽ തന്നെ മുഴുവൻ ജ്ഞാനവുമുണ്ട്. മുകളിൽ ത്രിമൂർത്തിയുണ്ട്. ഈ ജ്ഞാനം മുഴുവൻ ദിവസവും സ്മരിക്കുകയാണെങ്കിൽ വളരെ അത്ഭുതം തോന്നും. ഭാരതം ഇപ്പോൾ സ്വർഗമായി തീരുകയാണ്. എത്ര നല്ല തിരിച്ചറിവാണ്. മനുഷ്യരുടെ ബുദ്ധിയിൽ എന്താണിരിക്കാത്തത് എന്നറിയില്ല. വളരെ ശക്തമായി തന്നെ അഗ്നി ബാധിക്കും. വൈക്കോൽ കൂനയ്ക്ക് തീ പിടിക്കും. രാവണ രാജ്യം തീർത്തും നശിക്കുക തന്നെ വേണം. യജ്ഞത്തിൽ പവിത്ര ബ്രാഹ്മണരാണ് ആവശ്യം. ഇത് വളരെ ഉയർന്ന യജ്ഞമാണ്. മുഴുവൻ വിശ്വത്തിലും പവിത്രത കൊണ്ടുവരണം. മറ്റുള്ള ബ്രാഹ്മണർ ബ്രഹ്മാവിന്റെ സന്താനങ്ങളാണെന്ന് സ്വയം പറയുന്നുണ്ടെങ്കിലും അവർ കുക്ക് വംശാവലികളാണ്. പവിത്രമായ മുഖവംശാവലികളെയാണ് ബ്രഹ്മാവിന്റെ സന്താനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവർക്കും നിങ്ങൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാപിതാവായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സ്വച്ഛബുദ്ധിയായി ഈ അത്ഭുതകരമായ ജ്ഞാനം ധാരണ ചെയ്ത് ബാബയ്ക്ക് സമാനം മാസ്റ്റർ ജ്ഞാനസാഗരനായി തീരണം. ഈ ജ്ഞാനത്തിലൂടെ സർവഗുണങ്ങളും സ്വയത്തിൽ ധാരണ ചെയ്യണം. 2. എങ്ങനെയാണോ ബാബ തന്റെ ശരീരം, മനസ്സ്, ധനം സേവനത്തിനായി സമർപ്പണം ചെയ്തത്, ബലിയർപ്പണമായത്, അതേപോലെ ബാബയ്ക്ക് സമാനം
തന്റെ സർവ്വതും ഈശ്വരീയ സേവനത്തിൽ സഫലമാക്കണം. സദാ റീഫ്രഷായി ഇരിക്കുന്നതിനായി ലക്ഷ്യത്തിന്റെ ചിത്രം സദാ കൂടെ വയ്ക്കണം. വരദാനം: ഏകരസസ്ഥിതിയിലൂടെ സദാ ഒരു ബാബയെ ഫോളോ ചെയ്യുന്ന പ്രസന്ന ചിത്തരായി ഭവിക്കട്ടെ. താങ്കൾ കുട്ടികളെ സംബന്ധിച്ച് ബ്രഹ്മബാബയുടെ ജീവിതം ഒരു കൃത്യമായ കമ്പ്യൂട്ടറാണ്. ഇക്കാലത്ത് കമ്പ്യൂട്ടർ മുഖേന ഏത് പ്രശ്നത്തിന്റെയും ഉത്തരം ചോദിക്കാറുണ്ട്. അതേപോലെ മനസ്സിൽ ഏത് പ്രശ്നം വന്നാലും അത് എന്ത്, എന്തുകൊണ്ട്, എങ്ങനെ എന്നതിനു പകരം ബ്രഹ്മബാബയുടെ ജീവിതമാകുന്ന കമ്പ്യൂട്ടറിൽ നോക്കൂ. അപ്പോൾ എന്ത്, എങ്ങനെ എന്നിവ ഇങ്ങനെ എന്നതിലേക്ക് പരിവർത്തനപ്പെടും. പ്രശ്നചിത്തരാകുന്നതിന് പകരം പ്രസന്ന ചിത്തരായി മാറും. പ്രസന്ന ചിത്ത് അർത്ഥം ഏകരസസ്ഥിതിയിൽ ഒരു ബാബയെ ഫോളോ ചെയ്യുന്നവർ. സ്ലോഗൻ: ആത്മീയ ശക്തിയുടെ ആധാരത്തിൽ സദാ ആരോഗ്യവാനായി ഇരിക്കുന്നതിന്റെ അനുഭവം ചെയ്യൂ. തന്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് കൊടുക്കുന്നതിന്റെ സേവനം ചെയ്യൂ. താങ്കൾ ശാന്തി ദൂതരായ കുട്ടികൾ എവിടെയിരുന്നു കൊണ്ടും നടക്കുമ്പോഴും കറങ്ങുമ്പോഴും സദാ സ്വയത്തെ ശാന്തി ദൂതരെന്ന് മനസ്സിലാക്കി നടക്കൂ. ആര് സ്വയം ശാന്ത സ്വരൂപത്തിലും ശക്തിശാലി സ്വരൂപത്തിലും സ്ഥിതി ചെയ്യുന്നുവോ അവർ മറ്റുള്ളവർക്കും ശാന്തിയുടെയും ശക്തിയുടെയും സകാശ് കൊടുത്തുകൊണ്ടിരിക്കും. ഓം ശാന്തി.